രാമായണ മാസത്തോടനുബന്ധിച്ചുള്ള നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമായി. തൃപ്രയാറിൽ ശ്രീരാമൻ, ഇരിങ്ങാലക്കുടയിൽ ഭരതൻ, മൂഴിക്കുളത്ത് ലക്ഷ്മണൻ, പായമൽ ശത്രുഘ്നൻ എന്നീ ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നാലമ്പല തീർത്ഥാടനം. ഇരിങ്ങാലക്കുടയിൽ 7 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഭരതക്ഷേത്രവും ശത്രുഘ്നസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം നടത്തുന്നതിനായി കൂടൽമാണിക്യം ക്ഷേത്രത്തിലും പായമൽ ശത്രുഘ്ന ക്ഷേത്രത്തിലും വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. സദ്ഗുണങ്ങളുടെയും സാഹോദര്യത്തിന്റെയും മൂർത്തിഭാവമായ ദാശരഥികളുടെ ക്ഷേത്രങ്ങൾ ക്രമപ്രകാരം ഒരു ദിവസം ദർശിക്കുന്നത് സർവാഭിഷ്ട സിദ്ധിപ്രദമാണെന്നാണ് വിശ്വാസം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തിലെ പ്രതിഷ്ഠാമൂർത്തി മഹാവിഷ്ണുവിന്റെ അംശാവതാരവും ശ്രീരാമ സോദരനുമായ ഭരതനാണ്. ഐതിഹ്യപ്രകാരം വിഷ്ണുവിന്റെ തൃക്കയിലെ ശംഖിന്റെ അവതാരമാണ് ഭരതൻ. പ്രതിഷ്ഠ ഭരതനാണെങ്കിലും പൂജ വൈഷ്ണവമാണ്. നാലമ്പല ദർശനത്തിനായി കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് തിക്കും തിരക്കും കൂടാതെ ഭഗവാനെ തൊഴാൻ വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. മഴയും വെയിലും കൊള്ളാതെ തൊഴാനുള്ള സൗകര്യത്തിന് ചുറ്റിലും പന്തലുണ്ട്. ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ശ്രീരാമ സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനായ ശത്രുഘ്നൻ കുടികൊള്ളുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരെ തെക്കുഭാഗത്തായി പൂമംഗലം പഞ്ചായത്തിലെ പായമലിലാണ്. മഹാവിഷ്ണുവിന് അലങ്കാരവും അതേസമയം ആയുധമായ തൃക്കയിലെ സുദർശന ചക്രത്തിന്റെ പ്രതീകമാണ് ശത്രുഘ്നൻ എന്നാണ് വിശ്വാസം. ലവണാസുരവധത്തിന് ഉദ്യുക്തനായി അല്പം ക്രോധത്തോടു കൂടിയ ശത്രുഘ്നനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മറ്റ് 3 ദാശരഥികളി ക്ഷേത്രങ്ങളും വൃത്താകൃതിയിലാണെങ്കിൽ ശത്രുഘ്ന ക്ഷേത്രം ചതുരാകൃതിയിലാണ്. ഇവിടെയും ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാലമ്പല ദർശനത്തിന്റെ അവസാന ക്ഷേത്രമായ പായമൽ ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്കായി ഭക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 5000 പേർക്കും ഒഴിവു ദിവസങ്ങളിൽ 10000 പേർക്കുമാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.